ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് മലയാളത്തിൻ്റെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു എംഐയുടെ ടി വി ആണ് അൺബോക്സ് ചെയ്യുന്നത്. എംഐയുടെ 32 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ടി വി ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടി വി, കണ്ടല്ലോ, ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തൊരു റിമോട്ട് ഉണ്ട്, പിന്നെ ടി വി സ്റ്റാൻഡ്, പിന്നെ യൂസർ മാനുവലും കുറച്ച് സ്ക്രൂ ആണ് ഇതിനകത്ത് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ടി വിയുടെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ കുറച്ച് പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഇവിടെ ഒരു ഓഡിയോ ജാക്കാണ് വരുന്നത്, പിന്നീട് ഒരു RF കേബിൾ കണക്ട് ചെയ്യാനുള്ളതും, 2 USB പോർട്ട്, 3 HDMI കേബിളിൻ്റെ ഒരു പോർട്ട്, പിന്നെ നമുക്ക് ഓഡിയോ വീഡിയോയുടെ ഒരു പോർട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോർട്ടുമാണ് ഈ ഒരു ടി വിയുടെ ബാക്ക് സൈഡിൽ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടി വി ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം സെറ്റപ്പ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയുടെ റിമോട്ടും ടി വിയായിട്ട് പെയർ ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ MIയുടെ ഒരു ബട്ടണും അതേപോലെ പാച്ച് വാളിൻ്റെ ഒരു ബട്ടണും ഉണ്ട് ഇതിനകത്ത്. അത് രണ്ടും കൂടി ഒരേ സമയത്ത് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇനി അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീജിയൻ സെലക്ട് ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ്, പിന്നീട് നമുക്ക് നമ്മുടെ വൈഫൈ ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സെറ്റപ്പൊക്കെ കംപ്ലീറ്റ് ആകും. ഇപ്പോൾ നമ്മുടെ ടി വി ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതൊക്കെ ഇൻബിൽട്ട് ആയിട്ടുള്ളതാണ്, നെറ്റ്ഫ്ലിക്സ്, അതേപോലെ തന്നെ പ്രൈം വീഡിയോസ്. ഇനി നമുക്ക് ഇതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിനകത്ത് കുറച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഒരു പ്രീമിയം ലുക്കിലാണ് MI ഒരു റിമോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആമസോൺ ഫയർ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ഒരു സെയിം റിമോട്ടിൻ്റെ ഒരു സ്റ്റൈലാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്ത് വന്നിരിക്കുന്ന ബട്ടൺസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പവർ ബട്ടൺ കാണാം, പിന്നെ ഒരു ഗൂഗിൾ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണുണ്ട്, പിന്നെ നമുക്ക് അപ്പ് ഡൗൺ, നമുക്ക് കൺട്രോൾസൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു കുറച്ച് സ്വിച്ചസ് ഉണ്ട്, പിന്നെ MIയുടെ ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ ബാക്ക് ചെയ്യാനുള്ളത്, പിന്നെ പാച്ച് വാളിനുള്ളത്. പിന്നെ ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് 2 സ്വിച്ചസ് വന്നിട്ടുണ്ട്. ഒന്ന് നെറ്റ്ഫ്ലിക്സിനുള്ളതും പിന്നെ നമുക്ക് ആമസോൺ പ്രൈം വീഡിയോസിനകത്ത് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് 2 സ്വിച്ചസ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. പിന്നെ ലാസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ വോളിയം അപ്പ് ഡൗൺ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു റിമോട്ട് വർക്ക് ചെയ്യുന്നത് ബ്ലൂടൂത്തിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് ഈ റിമോട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടൊരു മൈക്ക് വന്നിട്ടുണ്ട്. നമ്മളത് ഗൂഗിൾ അസിസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മൈക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ ടി വി ഓപ്പൺ ആക്കിയതിന് ശേഷം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് നോക്കി. ഇതിനകത്ത് വന്നേക്കുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 20 വാട്ട്സിൻ്റെ സ്പീക്കറാണ് വന്നിരിക്കുന്നത്. DTS സ്പീക്കറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഡോൾബിയും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വോളിയമൊക്കെ ഇട്ട് നോക്കി, ഹൈ വോളിയമൊക്കെ ഇട്ടിട്ടും അങ്ങനെ സ്പീക്കറിന് ഒരു ഡിസ്ട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലിയറായിട്ട് നമുക്ക് വോക്കലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഇക്വലൈസറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാനും ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന OS എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് പൈ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 4.7 GB ആണ് വരുന്നത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള സ്പേസൊക്കെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ യൂട്യൂബൊക്കെ യൂസ് ചെയ്ത് നോക്കി. യൂട്യൂബിനകത്ത് നമുക്ക് 1080 വരെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ബഫറിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം നെറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓവറോൾ നമ്മൾ ഈ ടി വിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു നല്ലൊരു ടി വി തന്നെയാണ്. അത്യാവശ്യം നമുക്കൊരു മീഡിയം ലെവലൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ടി വി അടിപൊളി ഒരു ടി വിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടി വി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ ഉറപ്പാക്കുക. അപ്പോൾ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് കാണാം.